ഇടതുപക്ഷത്തിന് മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനം, സാഹോദര്യം, അതുപോലെ സാമൂഹ്യ ക്ഷേമം, ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രതലങ്ങളെ മുൻനിർത്തിയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. കേരളം 10 വർഷം മുമ്പുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് മടങ്ങാൻ ജനങ്ങൾക്ക് ആഗ്രഹമില്ല. ഇപ്പം ഞാൻ വോട്ട് ചെയ്ത പോളിംഗ് ബൂത്തിൽ ഉൾപ്പെടെ ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുകയാണ്. അത് കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള കുതിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല പോളിംഗ് ശതമാനം ഇത് സന്തോഷത്തിന്റെ ഒരു നെഞ്ചെടുപ്പുണ്ട്. അതെ അതെ, അദ്ദേഹത്തിന്റെ മകനെ BJPക്ക് സംഭാവന ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മനസ്താപത്തിലായിരിക്കും അദ്ദേഹം. UDF അല്ല, അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ലേ? അപ്പം നിങ്ങൾ പത്രപ്രവർത്തകർ നല്ലൊരു കാർഡ് പുള്ളിക്ക് വേണ്ടി കണ്ടെത്തണം. വനവാസം എന്ന് പറയുന്നത് വനത്തിൽ പോകണ്ടേ? അപ്പോൾ അതിനുവേണ്ടിയുള്ള നല്ല തക്കതായിട്ടുള്ള ഒരു ഏത് ഞങ്ങളല്ലല്ലോ, അദ്ദേഹം സ്വമേധ ഏറ്റെടുത്തതല്ലേ. ഞങ്ങൾ അദ്ദേഹത്തിനോട് വനവാസത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ കോൺഗ്രസിലെ സമ്മർദ്ദം കാരണം ഞാനാണ് ക്യാമ്പനെന്ന് മറ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ നാട്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാകാം. അതുകൊണ്ടാണല്ലോ കെ സുധാകരൻ വളരെ തമാശപൂർവ്വം പറഞ്ഞത്, സതീശൻ വാക്ക് പാലിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഈ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരും, അങ്ങനെയല്ലേ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായിരുന്നില്ല. അതായത് ഗവൺമെന്റ് ഇടതുപക്ഷം ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് 10 വർഷത്തെ ഞങ്ങളുടെ പെർഫോമൻസാണ്. അത് വിലയിരുത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ അഭ്യർത്ഥിച്ചത്. ഒരു പോസിറ്റീവ് നോട്ടിലാണ്. അതേസമയം UDF പോസിറ്റീവ് നോട്ടിലുള്ള ഒരു പ്രചരണമല്ല നടത്തിയത്. വിഷലിപ്തമായ, എനിക്ക് സഹതാപം തോന്നുന്നു വെച്ചാൽ സാധാരണഗതിയിൽ വലിയ തകരാറില്ലാത്ത ഈ ദേശീയ നേതാക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കളവ് പറയിപ്പിച്ചു. ഇന്നലെ ആ വന്യവയോധികനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായി. അദ്ദേഹത്തിനെ മാപ്പ് പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ കോൺഗ്രസ്സുകാർ എഴുതി കൊടുത്തൊരു തിരക്കഥയല്ലേ. തെലങ്കാനയിൽ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിട്ടൊരു കോമാളി വേഷം കെട്ടിച്ചു. ഇതൊക്കെയല്ലേ അവർ ചെയ്തത്. അപ്പോൾ 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു വിഭ്രാന്തി ഈ കഴിഞ്ഞ ഏതാനും ദിവസത്തെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേടും കൊള്ളയും തട്ടിപ്പും എല്ലാം പുറത്തേക്ക് വന്നു. വയനാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി മാറി. അവർ തന്നെ വലിച്ചിഴച്ചൊരു വിഷയമാണ്, അവരുടെ നേതാക്കൾ തന്നെ കൊണ്ടുവന്ന ഒരു വിഷയമാണ്. പക്ഷെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇതുപോലെ ഒരു ജനങ്ങളുടെ ദുരിതത്തിന് മേൽ, അവിടെ പൊലിഞ്ഞ ഒരു ജീവന്റെ മേൽ പോലും ഇതുപോലെ കൊള്ള നടത്താൻ കോൺഗ്രസിന് പറ്റുമെങ്കിൽ ഭരണം കിട്ടിയാൽ ഏത് രൂപത്തിലുള്ള കൊള്ളയായിരിക്കും കേരളത്തിൽ അരങ്ങേറാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത, ഒരു സ്പഷ്ടത ജനങ്ങൾക്ക് കിട്ടി. ഞാൻ വരാം കേട്ടോ, ഒന്നും ചോദ്യത്തിന് ഞാൻ മാറില്ല. പറഞ്ഞോളൂ. ഈ പാലക്കാട് ഈ വോട്ടിന് പണം കൊടുക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു, സാരി കൊടുക്കുന്നു, പൂഞ്ചാറിൽ പണം കൊടുക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാത്തൊരു കാഴ്ചയാണ്. ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിലെ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി BJPയും കോൺഗ്രസും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ട്രക്കിൽ പണം കൊണ്ടുവരുന്നു, ആ കൊണ്ടുവരുന്ന പണം ആ പാർട്ടിക്കാർ തന്നെ കൊള്ളയടിക്കുന്ന മിഡ് നൈറ്റ് ഈസ്റ്റ് എന്നുള്ള സംഭവം കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും അരങ്ങേറിയിട്ടുണ്ടോ? അതിലെ കൊടകര കൊള്ള എന്ന് പറയുന്നത്, കുംഭകോണം എന്ന് പറയുന്നത്, അതേക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളോ അന്വേഷണം നടത്തിയോ? അതുപോലുള്ള ഒരു കൊള്ള കേരള രാഷ്ട്രീയത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പണമാണ് ഇവർ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടത് ഒരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ ക്യാമറയ്ക്ക് ഉള്ളിൽ ആ വൃത്തത്തിൽ പണം കൊണ്ട് കേരളത്തിന്റെ ജനവിധിയെ റാഞ്ചിയെടുക്കാൻ കഴിയുമോ എന്നാണ് BJP
ആലോചിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസ് എന്താ കാരണം വെച്ചാൽ തെലങ്കാനയിൽ നിന്ന് എൻ്റെ അറിവിൽ 1000 കോടി രൂപയെങ്കിലും രേവന്ത് റെഡ്ഡിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് രേവന്ത് റെഡ്ഡിയുടെ ആഭിമുഖ്യത്തിൽ വെച്ചാൽ തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശിലെ MP-മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരെ മനസ്സിലാക്കുന്നു. അത്രത്തോളം പണം, അതുകൊണ്ടാണല്ലോ മൂപ്പറ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യ കാർമ്മികനാക്കി ഇവിടെ കേരളത്തിൽ ഡംപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രലോഭനങ്ങളിലൊന്നും അടിപ്പെടുന്ന ജനതയല്ല കേരളത്തിൻ്റെതെന്നുള്ള കാര്യം മുൻകാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രേവന്ത് റെഡ്ഡി സ്വന്തം പിതാവിൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ അദ്ദേഹം പ്രസംഗത്തിൽ ആക്ഷേപിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അദ്ദേഹം സ്വന്തം ലെറ്റർ ഹെഡിൽ ഈ എഴുതി കൊടുത്ത ഈ ഫിലിമി ഡയലോഗ് അദ്ദേഹത്തിന് എന്താണെന്ന് പോലും അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. KC വേണുഗോപാലോ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ എഴുതി കൊടുത്തായിരിക്കും. അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് ഇഷ്ടമുള്ള ഡയലോഗായി പറഞ്ഞത് പോമോനെ ദിനേശ എന്നുള്ളത്. അല്ല, അതല്ലല്ലോ, അത് പോമോനെ ദിനേശ അല്ലല്ലോ, പോമോനെ വിജയാന്നല്ലേ പറഞ്ഞു. ദിനേശന് ഒരു സിനിമ ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ അർത്ഥം. അത് നിങ്ങൾ ഒരു സെക്കൻഡ് അല്ലല്ല അതല്ല ഒരു സെക്കൻഡ് അതൊന്നുമല്ല. ഒരു സെക്കൻഡ് എനിക്ക് മുഖ്യമന്ത്രിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഡാഷ് ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളിക്ക് ഇഷ്ടമുള്ള പദം അവിടെ പൂരിപ്പിക്കാം. അത് പൂരിപ്പിച്ചോളാനാ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രൂപത്തിലല്ലേ ഉപയോഗിക്കുന്നത്. ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോ പരീക്ഷ എഴുതുമ്പോൾ ഡാഷ്, അതന്നെ ഡാഷ്, വേറെന്താ ഡാഷ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പദം അവിടെ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ അതൊരു സെക്കൻഡ്. ഡാഷ് എന്നുള്ള മുഖ്യമന്ത്രി ഉപയോഗിച്ചതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള പദം വെച്ചത് പൂരിപ്പിക്കാം. ഞാൻ പൂരിപ്പിക്കുന്ന പദമായിരിക്കില്ല സുജയ് പൂരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പൂരിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പദം വെച്ച് പൂരിപ്പിക്കാം. നല്ല പദം വെച്ച് പൂരിപ്പിക്കണം, നിങ്ങൾ പൂരിപ്പിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഒരു മോശം അത് നിങ്ങളുടെ ഇതുപോലെ ഇരിക്കൂലേ. അപ്പൊ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഫ്രീഡം തന്നു, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പദം വെച്ചിട്ട് പൂരിപ്പിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാം, ഈ രേവന്ത് റെഡ്ഡിക്ക് കേരളത്തിന്റെ ചരിത്രം അറിയണമെന്നില്ല, പക്ഷെ രേവന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ ചരിത്രം മനസ്സിലാക്കണം. 1982 ഇതുപോലെ ഈ രാജീവ് ഗാന്ധി പറന്നിറങ്ങിയിട്ട് അവിടെയുള്ള അന്നത്തെ മുഖ്യമന്ത്രി അഞ്ജയ്യെ പരിഹസിച്ചതിനും ആക്ഷേപിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ തകർന്നടിഞ്ഞത്. NT രാമറാവുവിന്റെ തരംഗമുണ്ടായത് എങ്ങനെയാണ്? തെലുഗു ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ച രാജീവ് ഗാന്ധിയുടെ നടപടി കൊണ്ടാണ്. അതുപോലെ ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് കേരളത്തിലെ ശരാശരി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണ്? നിങ്ങളുടെ എന്റെയും ഒക്കെ ഒരു പ്രതിപുരുഷനാണ്. നമ്മൾ ജനവധിയിലൂടെ തെരഞ്ഞെടുത്തൊരു നേതാവിനെയാണ്. ആ നേതാവിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഇയാളാരാണ് നേതാവിനെ ആക്ഷേപിക്കാൻ വേണ്ടി? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്ഷേപിക്കാനുള്ള അധികാരം തെലുങ്കിന് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ തെലുങ്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും മലയാളിയുടെ ആത്മാഭിമാനത്തിലല്ലേ നമ്മൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ. നിങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ മലയാളിയുടെ ആത്മാഭിമാനത്തിന്റെ മുകളിലല്ലേ അയാൾ ട്രപ്പീസ് കളിച്ചത്. അതും ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട്. മൂപ്പർക്ക് എന്താ കേരളത്തിന്റെ മതനിരപേക്ഷതയായിട്ട് എന്താ ബന്ധമുള്ളത്? ABVPയുടെ നേതാവ് മുരളീധരന്റെ കൂടെ നേതാവായ ആള് ഇപ്പോഴും RSS ആണെന്ന് പറയുന്നതിൽ മേനി നടിക്കുന്ന ആള് അയാളാണോ കേരളത്തിൽ വന്ന് മലയാളിക്ക് സാരോപദേശം പകരേണ്ടത്? മലയാളിയുടെ സാഹോദര്യത്തെ നിർണ്ണയിക്കാൻ വേണ്ടി ഈ രേവന്ത് റെഡ്ഡിക്കാരാ അധികാരം നൽകിയത്? അതുകൊണ്ട് ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തിന് മേലുള്ള ഒരു കടന്നാക്രമണമാണ് രേവന്ത് റെഡ്ഡി നടത്തിയത്. അതിന് തിരിച്ചടി കൊടുക്കും. കോൺഗ്രസുകാർ നൽകിയ ആ തിരക്കഥ സ്ക്രിപ്റ്റ് കോൺഗ്രസിന് തന്നെ വിനിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മണലൂരിൽ TN പ്രതാപന് നേരെ ഇപ്പോൾ ഒരു കയ്യേറ്റം ഉണ്ടായിരിക്കുകയാണ്. BJP പ്രവർത്തകരുടെ അറിയില്ല, അത് ഞാനിപ്പോ അത് അറിഞ്ഞിട്ടില്ല. നമ്മള് ജനവധി എന്താണ് പോറ്റിയെ കയറ്റി പ്രചരണത്തിലുണ്ടാകണം. എന്താ കാരണം വെച്ചാൽ അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഈ പോറ്റി ശബരിമല കയറിയ കാലം KC വേണുഗോപാൽ മന്ത്രിയായിരുന്ന കാലമാണ്. പോറ്റി എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകയായ സോണിയാഗാന്ധിയുടെ ഏറ്റവും സുരക്ഷയുള്ള വീട്ടിലാണ്. ആ വീട്ടിൽ കയറി ബ്രേസ്ലെറ്റ് കെട്ടി, ആ ബ്രേസ്ലെറ്റ് സ്വർണത്തിനാണോ നൂലിനാണോ എന്നൊന്നും സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി എന്തിനാണ് ഈ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും തൻ്റെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ? നിങ്ങളാരും ചോദിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ പത്രക്കാർക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റാതിരിക്കുന്നത്?
എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രതികൾക്ക്, ഡൽഹിയിലുള്ള പ്രതികൾക്ക് അങ്ങനെ ഒരു ചോദ്യം AICCയുടെ വക്താവിനോട് ചോദിക്കാൻ പറ്റാതിരിക്കുന്നത്? എന്താ കാരണം? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പോറ്റിയും ഈ കുറ്റവാളികൾ കയറാനുള്ള കാരണം എന്തായിരുന്നു? അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? അത് ന്യായമായ ഒരു ചോദ്യമല്ലേ? ആരെ? MA ബേബി വളരെ കൃത്യമായി പറഞ്ഞത് എന്താണ്? അതായത് ഈ കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കില്ല എന്നുള്ളതാണ്. പക്ഷെ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം MA ബേബി കൃത്യമായി പറഞ്ഞു. എന്തിനാണ് കയറിയത്? അപ്പോൾ ഇവർക്ക് സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ അനുചരന്മാരുടെ വിശ്വസ്തരുടെ പരിരക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സഖാവ് MA ബേബി കൃത്യമായിട്ട് പ്രതിപാദിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യസഭയിൽ ഞാൻ അദ്ദേഹത്തെ അവരുടെ സഹപ്രവർത്തകനാണ്. എനിക്ക് അവരുടെ വീട്ടിൽ കയറാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. എനിക്ക് പെർമിഷൻ ഇല്ലാതെ അവിടെ കയറാൻ പറ്റില്ല. അത് ഞാനത് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നൂല് കെട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് കെട്ടാം. നൂലാണോ സ്വർണ്ണമാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണത്തിന്റെ ഒരു പോർഷനാണ് ഇവർ ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് അവരുടെ കൈ കെട്ടിയെന്ന് പോലും എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഏത് അന്വേഷണ ഏജൻസി അങ്ങോട്ട് പോകേണ്ടതാണ്, പോകുന്ന ഞാൻ വിചാരിക്കുന്നു. അല്ല, പോകുമായിരിക്കും. അവരവരുടേതായ സമയം. SIT കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷിക്കുന്നത്. ഓരോ ചുവടുവെപ്പുകളും അവർ നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇലക്ഷന്റെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ്സുകാർക്ക്. അതായത് യുവതീ പ്രവേശനത്തിന് ഒരു നിലപാട് മാറ്റിയത് 4 വോട്ടിന് വേണ്ടിയിട്ടാണ്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടികളുടെ നിലപാടുണ്ടായിരുന്നു. എന്തായിരുന്നു RSSന്റെ നിലപാട്? എന്തായിരുന്നു BJPയുടെ നിലപാട്? എന്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? എന്തായിരുന്നു കോൺഗ്രസ് നിലപാട്? ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് എന്തായിരുന്നു കോൺഗ്രസ് വക്താക്കൾ ഡൽഹിയിൽ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ഇവരത് സുവർണാവസരം ഉണ്ടാക്കി കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? അപ്പോൾ അവര് നിന്ന നിപ്പിൽ തലയും കുത്തി മറിഞ്ഞു, ഇല്ലേ? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലല്ലോ. ഒന്ന് ചോദിച്ചു നോക്ക് ഇടയ്ക്ക്. ശരി, ഓക്കെ.